ഇന്ന് ജേർണി ത്രൂ ബുക്സിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. A journey through books with Maya and Shabu. Only on Life with Hit. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും അടുത്തതായിട്ട് ജേർണി ത്രൂ ബുക്സിൽ ഇന്ന് ഷാബു പറയാൻ പോകുന്ന ആ ഒരു പുസ്തകം എന്താണെന്നുള്ളത് കേൾക്കാം. ഇന്ന് നമ്മൾ പറയുന്ന പുസ്തകം വായിക്കുന്ന ഒരു കഥ അജിത് കണ്ടല്ലൂരിന്റെ ഇസബല്ല എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ളതാണ്. ഇത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇസബല്ല എന്ന് പറയുന്ന ഒരു കഥാസമാഹാരം. ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് കണ്ടല്ലൂരിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഈ കഥകൾ ആദ്യ കഥാസമാഹാരമാണ്. അയനം, ബ്രേക്കിംഗ് ന്യൂസ്, ഏകാകിനിയുടെ പുഴ, ഇസബല്ല, കവി മരിച്ചപ്പോൾ, മാടത്തി, 12-ാം നിലയിലെ സ്നേഹജാലകം, ഷുമാക്കർ ലെവി, ശുനകപർവം, തേപ്പ് എന്നിങ്ങനെയുള്ള കഥകൾ ആണ്. 10 കഥകളുണ്ട് ഇതിനകത്ത്. സുഭാഷ് ചന്ദ്രനാണ് ഇതിന് ആമുഖം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പോലെ വ്യത്യസ്തമായ ഒരു കഥാതന്തുക്കളാണ്, അവയ്ക്ക് അനുഗുണമായ വ്യത്യസ്തമായ ആഖ്യാന രീതികളുമാണ് എഴുത്തുകാരൻ സ്വീകരിക്കുന്നത്. അതിസാഹസികനായ കടൽ സഞ്ചാരിയായും സത്യാന്വേഷിയായ പത്രപ്രവർത്തകനായും ആസക്തിയുടെ ഇരുൾ കയങ്ങളിലൂടെ അലയുന്ന കവിയായും അപ്പുറത്തെ കെട്ടിടത്തിലെ 12-ാം നിലയിലെ കൊതിപ്പിക്കുന്ന രതിരംഗങ്ങൾ ഒളിഞ്ഞിരുന്ന് ടെലിസ്കോപ്പിലൂടെ വീക്ഷിക്കുന്ന യുവാവായും പകർന്നാടുന്ന കഥാകൃത്തിന് സാധാരണ മനുഷ്യരുടെ അസാധാരണ ജീവിത സന്ദർഭങ്ങളും അസാധാരണ മനുഷ്യരുടെ സങ്കീർണമായ മാനസിക ജീവിതവും ഒരുപോലെ എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്നു. പറഞ്ഞ പോലെ പശ്ചാത്തലമൊക്കെ വളരെ വൈവിധ്യപൂർണമായ പശ്ചാത്തലമുള്ള കഥകളാണ്. നമ്മളിതിനകത്ത് ഒരു കഥ പറയും, പക്ഷെ അതിനു മുമ്പ് അജിത്തിനോട് തന്നെ ചോദിക്കാം, ഈ കഥകൾ എന്താണ്, ഈ കഥകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കാം. ഇതിലെ 10 കഥകൾ വ്യത്യസ്തങ്ങളായ പല ദേശങ്ങളെയും സംസ്കാരങ്ങളെയും പ്രദാനം ചെയ്യുന്നുണ്ട്. നിലനിൽക്കുന്ന നെറികെട്ട വ്യവസ്ഥിതിയോടുള്ള കലഹങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നായാടുകയും ചെയ്യുന്ന പുത്തൻ മാധ്യമകാല വിമർശനങ്ങളുണ്ട്. സ്നേഹമാണ് മതം എന്നതിന്റെ അടയാളപ്പെടുത്തലുകളുണ്ട്. പ്രണയത്തിന്റെ സൂക്ഷ്മമായ ആവിഷ്കാരങ്ങളും പ്രണയനിരാസത്തിന്റെ നൊമ്പരങ്ങളുമുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യാവസ്ഥയുടെ വിഹ്വലതകളും സ്നേഹരാഹിത്യത്തിന്റെ മുൾപ്പടർപ്പുകളുമുണ്ട്. മനുഷ്യനും പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ജൈവ പാരസ്പര്യത്തിന്റെ ഉത്തമ നിദർശനങ്ങളുണ്ട്. ഭ്രമാത്മകതയുടെ ചുഴികളും ലഹരിയിൽ മുങ്ങിയ കാമനകളുണ്ട്. ഗൃഹാതുരതയും ഗതകാലവും പ്രവാസവും ഏകാന്തതയുമുണ്ട്. ഇതിലെ കവി മരിച്ചപ്പോൾ എന്ന കഥ ജീവിതത്തിന്റെ വെളിച്ചമില്ലാത്ത തുരുത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ നിസ്സഹായതയെ അടയാളപ്പെടുത്തുന്നു. കഥയുടെ ആദ്യം സൂചിപ്പിക്കുന്ന കവിയുടെ ക്ഷമാപണക്കത്ത് വായിച്ച് അത് തങ്ങളുടെ സ്വാനുഭവത്തോട് ചേർത്ത് വെച്ച് പല സ്ത്രീകളും എന്നെ വിളിച്ച് വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. കൗമാരത്തിന്റെ ത്രസിപ്പിൽ മുന്നിൽ കണ്ട കവിയിൽ ആരാധന തോന്നി. അത് പ്രണയമായി പടർന്ന് ജീവിതത്തിൽ കലാശിച്ചപ്പോൾ മാത്രമാണ് അതിലെ ലയ എന്ന കഥാപാത്രത്തിന് ജീവിതത്തിന്റെ നിരർത്ഥകത ബോധ്യമാകുന്നത്. കവിക്ക് കവിയുടെ കാവ്യലോകവും ലഹരിയും മാത്രമാണ് ജീവിതമെന്നും അവിടെ തനിക്കും കുഞ്ഞിനും യാതൊന്നുമില്ല എന്നും തിരിച്ചറിഞ്ഞിട്ടും അയാളെ സഹിക്കുകയും ഒടുവിൽ ഒരു ഭാര്യയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാഴ്ചയുടെ അവസാനം അവരുടെ ബന്ധത്തിന്റെ കൂടി അവസാനമായി തീരുന്നു. പറക്കമുറ്റാത്ത കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ വൈതരണികൾ താണ്ടുന്ന അവൾക്ക് മുന്നിലേക്ക് 2 ജീവിതങ്ങൾ നീണ്ടുവരികയാണ്. ഏതൊന്നിനെ ഉൾക്കൊള്ളണമെന്ന് സന്ദേഹിച്ച് ഒടുവിൽ ഒന്നിനോട് വിടചൊല്ലി അടുത്തതിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടവും ശൂന്യമായി അവൾ വീണ്ടും ഒറ്റയ്ക്കായി പോകുന്നു. അവിടെ കഥ അവസാനിക്കുകയാണ്. ഇസബല്ല എന്ന കഥ പിറവി കൊള്ളുന്ന യൂറോപ്പിൽ നിന്നാണ്. ഏകാന്തമായ ഒരു ചർച്ചിന്റെ ഓരത്തെ ചതുപ്പിൽ പുതഞ്ഞു കിടന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കല്ലറയുടെ കാഴ്ചയാണ് ഈ കഥയ്ക്ക് ആധാരം. ഇങ്ങനെ പല പശ്ചാത്തലം, പല ദേശങ്ങളിൽ നിന്നുള്ള കഥകളുണ്ട് അജിത് കണ്ടല്ലൂരിന്റെ ഈ കഥാസമാഹാരത്തിൽ. നമ്മൾ യൂറോപ്പിൽ നിന്നല്ല, നമുക്കൊരുപക്ഷെ നമ്മുടെ ചുറ്റിനും പരിചിതമായ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടക്കുന്ന ഒരു സമരം, അതാണ് ഒരു കഥയുടെ പശ്ചാത്തലം. ഇത് ജോഗ്രഫിക്കലി ഓൾസോ എല്ലാം മാറുന്നുണ്ട്. കഥകളെല്ലാം പല പശ്ചാത്തലത്തിലാണ്. ഇതിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ഒരു കഥ, ഈ കഥ ഒരുപക്ഷെ വായിക്കുമ്പോൾ ഇന്നത്തേക്ക് ഒരു സാഹചര്യമായിട്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതുമായി അതാണോ ഇരയ്ക്കും അതുപോലെ വേട്ടക്കാരനും ഒക്കെ ഒപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന. കാരണം ഇന്നത്തെ ഒരു മാധ്യമ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടല്ലോ, ഒരു മത്സരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടെയും അതുപോലെ സൊസൈറ്റിയുടെയും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ? തീർച്ചയായിട്ടും അതാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഓഫീസിൽ നിന്നും അടിയന്തരമായി എത്തിച്ചേരണമെന്ന വിളി വന്നത്. സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് പ്രതിപക്ഷ പാർട്ടിയുടെ പ്രകടനം ആരംഭിക്കാനിരിക്കെ അവിടുന്ന് പോകുന്നത് ഉചിതമല്ലെന്ന് തോന്നിയെങ്കിലും വിളി വീണ്ടും ആവർത്തിച്ചപ്പോൾ മടങ്ങാതെ നിവൃത്തിയില്ലെന്നായി ഹെഡ്ഫോൺ അഴിച്ച് മൈക്ക് ക്യാമറാമാന് നൽകി പോലീസ് ബാരിക്കേഡിന്റെ ഇടയിലൂടെ നൂഴ്ന്ന്
കല്ലേറിൽ ചില്ല് പൊട്ടാതിരിക്കാൻ ദൂരത്ത് പാർക്ക് ചെയ്ത സലൂൺ കാറുമെടുത്ത് ധൃതിയിൽ ചാനലിലേക്ക് തിരിച്ച വേൾഡ് ലിങ്ക് വാർത്താ ചാനൽ സീനിയർ റിപ്പോർട്ടറുടെ പേര് ഗൗതം ഘോഷ് എന്നായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്ന അച്ഛൻ്റെ ബംഗാൾ കമ്മ്യൂണിസ്റ്റുകളോടുള്ള അഭിനിവേശത്താൽ കനിഞ്ഞു നൽകിയതാണ് ഈ പേര്. അപ്പോൾ ഈ വേൾഡ് ലിങ്ക് വാർത്താ ചാനൽ സീനിയർ റിപ്പോർട്ടർ ഗൗതം ഘോഷ് അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിൽ എന്തോ ഒരു അപാകത ഉണ്ട് എന്ന് മാധ്യമത്തിന്റെ ഉടമയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ സിഇഒയ്ക്ക് തോന്നിയതുകൊണ്ടാണ് നീ ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട, നേരെ ഓഫീസിലേക്ക് വന്നു എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം അവിടേക്ക് പോകുന്ന സമയത്ത് ആ കെട്ടിടത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് 12 വർഷമായി സീനിയർ റിപ്പോർട്ടറായിട്ട് ഇതേ മാധ്യമ പ്രവർത്തനം തന്നെ ചെയ്യാണ്. അപ്പൊ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ ചെയ്തത്, അതായത് വെറും ഊഹാഭോഗം സംഭവം എന്ന് വെച്ചാൽ ഒരു പീഡനത്തിനിരയായ ഒരു കൊച്ചു പെൺകുട്ടി, മണിക്കുട്ടി എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടു. അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുമൻ എന്ന പേരുള്ള ഒരു ബംഗാളിയെയാണ്. അയാൾ ഊമയാണ്. അപ്പൊ ഇയാൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് പീഡനത്തിന് എതിരായിട്ടുള്ള വലിയ ശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണല്ലോ, വലിയ പ്രതിഷേധമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, സുമനാണ്. അപ്പം ഇത് ഓൾറെഡി വലിയ വിഷയമായി. ഇവർക്കാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം കിട്ടിയത് തന്നെ ഈ ചാനലിന്. അപ്പൊ അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇവൻ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമനാണിത് ചെയ്തത് എന്നുള്ളത് വ്യക്തതയില്ല, ഇത് ഊഹാഭോഗം മാത്രമാണെന്നുള്ളതാണ്. കാരണം ഇവർ തന്നെ കൊണ്ടുവന്ന മറ്റൊരാൾ കൊണ്ടുവന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ സുമൻ എന്തിന് അങ്ങനെ ഊഹാഭോഗമെന്ന് പറയുന്നു? നിനക്ക് തന്നെ സ്ഥിരീകരിക്കാൻ പറ്റുന്ന എല്ലാ തെളിവുകളും നമ്മൾ തന്നെ കൊടുത്തിട്ടില്ലേ, പിന്നെന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യമല്ല, സുമൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സുമനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയല്ല. അപ്പൊ പറഞ്ഞു, നീ ആരാ അതൊക്കെ അന്വേഷിക്കാനും കണ്ടെത്താനും? ഇത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ളൊരു സംഗതി കൂടിയായിരുന്നു. അവസാനം സുമൻ ഈ പറഞ്ഞ ഗൗതം ഘോഷ് അവിടെ നിന്ന് രാജിവെച്ചിട്ട് പുറത്തിറങ്ങി പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായ മറ്റൊരു ചാനലിൽ വർക്ക് ചെയ്യുന്ന മേഘന എന്ന് പറയുന്ന പെൺകുട്ടിയോട് പറയുന്നു. അപ്പൊ പെൺകുട്ടി തന്നെ ചോദിക്കുന്നു, നിനക്കെന്താ പറ്റും? പറഞ്ഞു, ശരിക്കും സുമനല്ല ഇത് ചെയ്യുന്നത്, അവനത് ചെയ്യാൻ പറ്റില്ല, എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒന്നുകൂടി ബംഗാളിലേക്ക് സുമന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അതായത് നാട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയാണ്, അതായത് മകന്റെ സമീപത്ത് നിന്ന് വന്നവരെന്ന് കേട്ടപ്പോൾ 80 കഴിഞ്ഞ ആ സാധുവൃത്തൻ, അതായത് സുമന്റെ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. പാതി കത്തിയ ശരീരം തീർത്ഥം തളിച്ച് നദിയിലൊഴുക്കാൻ സഹായികൾക്ക് നിർദ്ദേശം നൽകി. വൃദ്ധൻ നദിക്കരയിലെ തിട്ടയിൽ കുന്തിച്ചിരുന്നു. നദിക്കപ്പുറം മലയുടെ ഉച്ചിയിൽ കത്തുന്ന വെയിൽ പോലെ അയാളുടെ ഉള്ളം തിളച്ചു. കണ്ണുകളിൽ നിന്നും മലവെള്ളം കുത്തിയൊലിച്ചു. അയാൾ സുമനെ പറ്റി പറഞ്ഞു തുടങ്ങി. അതായത് ഇവന് സുമനല്ല ഇത് ചെയ്യുന്നത്, കാരണം പീഡിപ്പിച്ചു കൊന്നു എന്നുള്ളതാണ്. അപ്പൊ പീഡിപ്പിച്ചു കൊല്ലാനുള്ള അതിനാണല്ലോ തെളിവ് വേണ്ടത്. സുമൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എന്റെ പൊന്നുമോൻ ഈ ശ്മശാനത്തിന്റെ ഉടയോൻ, 10ാം തരം പഠിച്ചവൻ, അദ്വാനി, അവനിപ്പോൾ ജയിലിലാണ്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് കൊന്നു എന്നവർ പറയുമ്പോൾ അയാളുടെ പൊട്ടിച്ചിരിയിൽ സ്തബ്ധരായ അവർക്ക് മുന്നിൽ വിഭൂതി പുരണ്ട തഴമ്പിച്ച കൈകൾ ഉയർത്തി ബാബുവിന്റെ ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് അയാൾ മുരണ്ടു. ലൈംഗിക ശേഷിയില്ലാത്ത എന്റെ മകൻ പീഡിപ്പിച്ചെന്നോ? നിങ്ങൾ എല്ലാവരും കൂടി അവനെ കള്ളക്കേസിൽ കുടുക്കി കൊല്ലാനാണല്ലേ? അതാണ് അതിന്റെ തെളിവെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവന് ഈ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതെന്നുകൂടി പറയുന്നുണ്ട്. എന്റെ മകൻ മിടുക്കനായിരുന്നു, അവൻ ഊമയുമല്ലായിരുന്നു. 18ാമത്തെ വയസ്സിൽ വിവാഹിതനായ അവനൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു, ഞങ്ങളെ പൊന്നുപോലെ കാത്ത മോൻ. പക്ഷേ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറന്ന ഓർമ്മയുടെ കഴുകൻ കൊത്തുകളിൽ ആ വൃദ്ധശരീരം പിടഞ്ഞു. മലയിടിഞ്ഞ വെള്ളം നിന്റെ മന്ദിറിൽ നിന്ന് കൊണ്ടുപോയത് എന്റെ മകനെയും അവന്റെ കുഞ്ഞിനെയുമല്ലേ? 4 മിണ്ടാൻ ശേഷിയില്ലാതെ സുമന് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതാണ് സംഭവിച്ചത്. അതിനുശേഷമാണ് ഇയാൾക്ക് ഈ പറഞ്ഞ ലൈംഗിക ശേഷിയും നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് പീഡിപ്പിച്ചു കൊല്ലുക? അങ്ങനെ ഈ തെളിവൊക്കെ ആയിട്ട് ഈ ഗൗതം ഘോഷും മേഘനയും തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയ ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവർക്ക് അറിയാമല്ലോ. പിന്നെ അതിനുശേഷം ഗൗതം ഘോഷ് പിറ്റന്നത്തെ പത്രത്തിൽ വരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വാഹനം ഇടിച്ച് മരിച്ചത് എന്നൊരു വാർത്ത കൂടിയാണ് കേൾക്കുന്നത്. ഇതാണ് ബ്രേക്കിംഗ് ന്യൂസിന്റെ ഒരു കഥ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മാധ്യമ സംസ്കാരവും മത്സരവും യഥാർത്ഥ പ്രതിയല്ലാതെ മറ്റൊരാളെ പ്രതി എന്ന് മുദ്ര കുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ് ബ്രേക്കിംഗ് ന്യൂസ്. ഇങ്ങനെ ഒരു പ്രസന്റിലാണോ കഥ മുഴുവൻ പറഞ്ഞു പോകുന്നത്? ഈ പറയുന്ന കഥ മുഴുവൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓരോന്നാണ്. ഇസബെല്ല എന്ന് പറഞ്ഞത് മറ്റൊരു തരത്തിൽ പറഞ്ഞതാണ്. എന്തായാലും വളരെ വായന സുഖം തരുന്ന അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലമുള്ള കഥകളാണ് അജിത് കണ്ടല്ലൂരിന്റെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഇസബെല്ല.